ഒരുപാട് ഹദീസിൻ്റെ വിഷയത്തിൽ ഞാൻ ഇവിടെ റസൂലുള്ള പറഞ്ഞ തശബ്ബഹു ബിൽ യഹൂദ്, നിങ്ങൾ യഹൂദികളെ പോലെ ആകരുത്. ശ്രദ്ധിക്കണേ. റസൂലുള്ള പറയാൻ നിങ്ങൾ വീടിനെ ശുദ്ധീകരിക്കണേ, നിങ്ങൾ യഹൂദികളെ പോലെ ആകരുത്. ഈ ഹദീസിന് ഈ അടുത്ത കാലത്ത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മളിൽ നിന്ന് പഠിച്ച യഹൂദികളൊക്കെ നല്ല വൃത്തിയുള്ളവരായി, വൃത്തികെട്ടവരായി നമ്മൾ മാറി. മനസ്സിലാക്കണേ, ഈ ഹദീസ് റസൂൽ പറയുന്നത് നിങ്ങൾ നിങ്ങളെ വീടുകളെ യഹൂദികളുടെ വീട് പോലെ വൃത്തികേടാക്കിയിടരുത്. ഒരു ഈമാനുള്ളവൻ്റെ വീട് വൃത്തിയായി കിടക്കണം എന്ന് പുണ്യ നബി. നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹൂദികളെ പോലെ ആകരുത്. യഹൂദികൾ അവരുടെ വീട് വൃത്തിയായി കിടക്കില്ല. അതായത് കൂട്ടിയിട്ടതുമൊക്കെ എവിടെയൊക്കെ തന്നെ ഉണ്ടാവും. മുറ്റം വൃത്തിയാവില്ല, വീട് വൃത്തിയാവില്ല. നിങ്ങൾ നിങ്ങളെ വീടുകളെ വൃത്തിയാക്കണേ, നിങ്ങൾ യഹൂദികളെ പോലെ ആകരുത് എന്ന് മുഹമ്മദ് നബി ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കണം എന്നുള്ള ആവശ്യമുള്ളവർക്ക് പിന്നെ എന്നെ കണ്ട വിശദമായി പറഞ്ഞു കൊടുക്കും. ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വളരെ ശ്രദ്ധിക്കണം. കഴുകാതെ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് ദാരിദ്ര്യം വരുത്തുമെന്ന് തഅലീമുൽ മുതഅല്ലിമിൽ കാണാം. വസ്ത്രം കഴുകാതെ കൂട്ടിയിടുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അലക്കാനായ വസ്ത്രം ഒരു ദിവസം കഴിഞ്ഞാൽ അത് അലക്കിയിരിക്കണം. അലക്കാതെ വസ്ത്രം കൂട്ടിയിടുന്നത് ദാരിദ്ര്യം വരുത്തും. ചില കാര്യങ്ങളിൽ ദാരിദ്ര്യം വരും. ഒന്ന്, വാതിൽക്കൽ ഇരിക്കുക. വാതിൽക്കൽ ഇരുന്നത് കൊണ്ട് ഇരിക്കുന്നതിനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. വാതിൽക്കൽ ഇരിക്കുക തഅലീമുൽ മുതഅല്ലിമിൽ വിശദമായ ചർച്ച കാണാം. വാതിൽക്കൽ ഇരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എട്ടുകാലിയുടെ വലകളൊക്കെ വീട്ടിൽ അധികരിക്കുക, ദാരിദ്ര്യം വരുമെന്ന് കാണാം. അതായത് വീട്ടിൻ്റെ വൃത്തി കമ്മിയാകുമ്പോഴാണ് പലപ്പോഴും കാണാം. നമ്മളെ വീടുകളൊക്കെ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ വാർപ്പിൻ്റെ വീടൊക്കെ അധികരിച്ചതോടുകൂടെ തന്നെ എട്ടുകാലികളൊക്കെ നമ്മളെ വീടുകളൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ അധികരിച്ച് കാണുന്നുണ്ട്. ആ എട്ടുകാലി വലകൾ അങ്ങനെ തന്നെ അവിടെ ആവാം. ആ ഭാഗമൊന്നും അടിച്ച് വരാതിരിക്കുക. പല വീടുകളിലും പലപ്പോഴും അത് കാണാറുണ്ട്. അത് മനുഷ്യന് ദാരിദ്ര്യം വരുത്തും എന്നാണ്. അതേപോലെ തന്നെ അടിച്ച് കൂട്ടിയ സാധനങ്ങൾ അവിടെ തന്നെ കൂട്ടിയിടുക, ദാരിദ്ര്യം വരും. അടിച്ചു കൂട്ടിയിട്ട് അവിടെ തന്നെ ഇടുക, അതൊന്ന് പുറത്ത് കളയാതിരിക്കുക, ദാരിദ്ര്യം വരിക, സമൃദ്ധി ഇല്ലാതാവും. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മനുഷ്യനെ സമൃദ്ധി നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താണെന്നറിയാം? ഇതിനൊക്കെ കാരണമുണ്ട്. എന്തുകൊണ്ട് സമൃദ്ധി പോയി എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ നിങ്ങൾക്ക്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറയാം. എന്താണ് വീട്ടിൽ അലക്കാനായ വസ്ത്രം അലക്കാതെ ഇട്ടാൽ എങ്ങനെ ദാരിദ്ര്യം വരിക മുസ്ലിയാരെ എന്നൊരു ചോദ്യമുണ്ട്. മറുപടി ഞാൻ പറയാം. ആ വീട്ടിലേക്ക് മലായിക്കത്തുർ റഹ്മത്ത് പ്രവേശിക്കില്ല. ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാണ്. ദുർഗന്ധ മലകൾക്ക് ഇഷ്ടമല്ല. അത് വലിയ പ്രശ്നമാണ്. എപ്പോഴും വൃത്തിയായി കിടക്കണം. വൃത്തിയുള്ളിടത്തെ മലക്കൾ വരും. നിങ്ങൾ ചിന്തിക്കുക, 309 കൊല്ലം അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ കിടന്നപ്പോൾ ഗുഹയുടെ ഉള്ളിലേക്ക് വരാതെ അതിൻ്റെ ഗുഹാമുഖത്ത് മാത്രം കിടന്നുറങ്ങിയ നായ. കാരണം നായ അങ്ങോട്ട് വന്നാൽ മലായിക്കത്തുർ റഹ്മത്തിൻ്റെ വരവിന് തടസ്സമാകും എന്നതാണ് കാരണം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. നിങ്ങൾ ഉറങ്ങരുത്. അസ്ഹാബുൽ കഹ്ഫാണ് ഉറങ്ങിയത്. മനസ്സിലായോ പറഞ്ഞത്? ആയത്തുർമല്ലേ? وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. അങ്ങനെ വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ഗുഹാമുഖത്താണ് കിടന്ന നായ. എന്തുകൊണ്ട്? ഗുഹയുടെ ഉള്ളിലേക്ക് വന്നാൽ അത് മലായിക്കത്തുർ റഹ്മത്തിന് തടസ്സമാകുമെന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്ര നല്ല നായായിട്ടും അങ്ങോട്ട് വന്നില്ല. അങ്ങനെ മലായിക്കത്തുർ റഹ്മത്ത് വന്നു പോകുമ്പോൾ മാത്രമേ സമൃദ്ധി ഉണ്ടാവുള്ളൂ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ വെറുതെ പണം കുന്നുകൂടലൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. വെറുതെ പണം കുന്നുകൂടലല്ല. അള്ളാൻ്റെ പൊരുത്തത്തിൻ്റെ കാര്യങ്ങൾ ലഭിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്രയേ ഉള്ളൂ. അതാണ് അല്ലലില്ലാത്തൊരു ജീവിതം. അതാണ് സമൃദ്ധി. അള്ളാഹു നമുക്ക് തരട്ടെ. അല്ലലില്ലാത്തൊരു ജീവിതം, അത് തന്നെയാണ് സമൃദ്ധി. ഞാൻ നിങ്ങൾക്കൊരു ആയത്തോടി തരട്ടെ. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിക്കൊരു ആയത്തോടി തരട്ടെ. എന്നാ നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. സൂറത്ത് ത്വാഹ 130-131. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى ولا تمدن عينيك إلى ما متعنا به أزواجا منهم. നാട്ടിൽ പലർക്കും ഞാൻ പല സുഖ സൗകര്യങ്ങളും കൊടുക്കും, അതിലേക്ക് നീ കൊതിയോടെ കണ്ണ് നീട്ടി നോക്കരുത്. അസൂയ. നിന്റെ പടച്ചവനായ ഞാൻ പൊരുത്തപ്പെട്ടു തരുന്ന ഭക്ഷണം സമൃദ്ധിയും നിനക്ക് മടിയാകും. അള്ളാഹു നമുക്ക് തരട്ടെ. ആയത്തിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത്? പല കുടുംബങ്ങൾക്കും ഞാൻ പല ഭൗതിക സുഖങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നീ കണ്ണ് നീട്ടി നോക്കിയിട്ട് അസൂയപ്പെടരുത്. ആ കൊട്ടാരങ്ങളും കച്ചവടങ്ങളൊക്കെ അവർക്ക് നൽകിയത് അവരെ അതിലിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിന്റെ റബ്ബായ ഞാൻ പൊരുത്തപ്പെട്ടു തരുന്ന ഭക്ഷണവും സമൃദ്ധിയും നിനക്ക് മടിയാവും. അല്ലാഹു നമുക്ക് തരട്ടെ. അതിനെന്താ വേണ്ടത്? നിന്റെ വീട്ടിലുള്ളവരെ കൊണ്ട് മുഴുവനും നീ നിസ്കരിപ്പിക്കണം. സമൃദ്ധിയുടെ വാതിൽ നിസ്കാരമാണ്. അല്ലാഹു നമുക്ക് തരട്ടെ. അതന്നെ. അപ്പം പിന്നെ ചോദ്യമുണ്ട്, അതാണ് സമൃദ്ധിയുടെ മറുപടി. അള്ളാൻ്റെ പൊരുത്തമുള്ള ഭക്ഷണം ഉണ്ടാവുക. ചില ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ നന്മക്ക് തൗഫീഖ് ഉണ്ടാവും. അള്ളാഹു തരട്ടെ. ചില ഭക്ഷണം കഴിച്ചാൽ മനുഷ്യന് ഉള്ള ഉന്മേഷവും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. കാരണം അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ചില പടച്ചോനെ പൊരുത്തുള്ള കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമായിരിക്കും. നിങ്ങളിവിടെ ഉണ്ടാ? ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ വിജയിക്കാം. എവിടെ വിജയിക്കാം? എവിടെയും വിജയിക്കാം. എന്തിൽ വിജയിക്കാം? എന്തിലും വിജയിക്കാം. മറുപടി മനസ്സിലായില്ല. ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ നിനക്ക് വിജയിക്കാം. എവിടെ വിജയിക്കാം? എവിടെയും വിജയിക്കാം. എന്തിൽ വിജയിക്കാം? എന്തിലും വിജയിക്കും. എന്തിലും വിജയിക്കും. അതായത് പടച്ചോന് പൊരുത്തുള്ള ഭക്ഷണം കഴിക്കാം. അതാ പാത്രത്തിൽ വെള്ളം വെച്ചങ്ങോട്ട് കയറ്റുന്നതിന് മുമ്പ് ആ പെണ്ണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഭർത്താവിനോട് പറയുകയും ചെയ്യും, പടച്ചോന് പൊരുത്തല്ലാത്ത ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? അങ്ങനെയാ. ചില പെണ്ണുങ്ങൾ മനുഷ്യന്റെ ദീൻ നഷ്ടപ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി. അങ്ങനെയുണ്ട്. ഇന്ന ഹലാക്കർ റജുലി അലാ യദി സൗജതി സയതി അലാ നാസി സമാൻ. എൻ്റെ തലേന്ന് ഇറങ്ങി വന്നൊരു ഹദീസാണ്. പുണ്യ നബി പറഞ്ഞു, ഇനി ഒരു കാലം വരും, അന്നൊരു മനുഷ്യന്റെ നാശം അവൻ്റെ ഭാര്യയുടെ കൈക്കയക്കും. ഏത് നാശം? ദീൻ നശിച്ചുക. ദീനില്ലാതെയാവും. കാരണം തുകല്ലിഫു മാ ലാ യുതീഖു, അവന് കഴിയാത്തത് അവൾ നിർബന്ധിക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യേണ്ടി വരും? ഹറാമ് ചെയ്യേ നിർവാഹമുള്ളൂ, അല്ലാതെ ചെയ്യാൻ പിടിച്ചിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പറ, മനസ്സിലായോ? അത് തന്നെ. നിങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർക്കാർ അറയുടെ ആളുകളാണ്. അപ്പോൾ അപ്പുറത്തെ അറയിലെ അനുജത്തിയും ഭർത്താവും അടിച്ചു പൊളിച്ചാവുമ്പോൾ നിർബന്ധിക്കും. ഇപ്പുറത്ത് ഇയാൾ ഇത്ര വലിയ സൗകര്യമൊന്നുമില്ല, മറ്റേയാൾക്ക് കടയുണ്ട്, ഇയാൾ കടയിലെ ജോലിക്കാരനുമാണ്. പിന്നെ ഒപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുന്നറിയോ? കടയിൽ നിന്ന് വലിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ, വലിക്കുന്നിടത്തുണ്ടോന്നല്ല. അപ്പോൾ പിന്നെ ആ മുതലാളിയെ കക്കണ്ടി വരും. ഹലാഖുർ റജുലി അലാ യദി സൗജതിഹി എന്ന് മുഹമ്മദ് നബി. ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ കയ്യാൽ നശിച്ചു എന്ന മുഹമ്മദ് മുസ്തഫ. ഇതിന് കാരണം എന്താ പറഞ്ഞത്? തുകല്ലിഫുഹു മാ ലാ യുതീഖു, അയാൾക്ക് കഴിയാത്ത കാര്യം അവൾ അയാളോട് നിർബന്ധിക്കും. അവസാനം ഹറാമ് ചെയ്യേണ്ടി വരും. സമൃദ്ധിയുള്ള വീടുണ്ടാവണമെങ്കിൽ സമൃദ്ധിയുള്ള പെണ്ണുണ്ടാവണം, ദീനുള്ള പെണ്ണുണ്ടാവണം. അള്ളാഹു നമുക്ക് തരട്ടെ. സമൃദ്ധി അതാണ്, പടച്ചോൻ്റെ പൊരുത്താണ് സമൃദ്ധി. നല്ല ഒരു റാഹത്ത്, ഇസ്സത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. അത് തന്നെ. അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീടൊക്കെ വളരെ ശുദ്ധീകരിക്കാം, വീടൊക്കെ വളരെ മനോഹരമാക്കിയിടുക. പെണ്ണിൻ്റെ ഒരു കയ്യിൻ്റെ ടച്ച് അവിടെയൊക്കെ ഉണ്ടായിരിക്കാം.
ആ ചുമരിലും കാലിലും ഇരിപ്പിലും എൻ്റെ കാര്യത്തിലുമൊക്കെ അങ്ങനെ എന്തിനും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യനബി പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പാത്രം തുറന്നിടാൻ പാടില്ല. പാത്രം തുറന്നിട്ടാൽ ദാരിദ്ര്യം വരുമെന്ന് പുണ്യനബി പഠിച്ചിട്ടുണ്ട്. പാത്രം അടിച്ചു വെക്കണം, അല്ലെങ്കിൽ കമഴ്ത്തി വെക്കണം. അപ്പോഴും ബിസ്മില്ലാണ്. എപ്പോഴും വാതിലടച്ചു വെക്കണം. വീട്ടിൽ ബിസ്മി ചൊല്ലുകയും വേണം. വീട്ടിൽ ആരും എപ്പോഴും കയറി വരാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായോ നിങ്ങൾക്ക്? രാവിലെ മുതലേ തുറന്നിട്ട വീടാണെങ്കിൽ ആർക്കും എപ്പോഴും കയറി വരാം. വീട്ടിൽ എപ്പോഴും നിയന്ത്രണം വേണം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. ഇത് മാത്രം പാലിച്ചാലും ഒരുപാട് അനാശാസ്യതകൾ എടുത്തു കളയാൻ കഴിയുന്ന ഞാൻ മനസ്സിലാക്കണം. ഇന്ന് നമ്മളെ വീട് ആർക്കും എപ്പോഴും കയറി വരാം. അത് തമിഴ്നാട്ടിൽ വന്ന പ്രകാശനാവും. അങ്ങനെയാവും. ഒരു ഉദാഹരണത്തിനാണ് പ്രകാശനം ഉദ്ധരിച്ചത്. തമിഴ്നാട്ട് ആണ്ടിപ്പട്ടിയിൽ നിന്ന് വന്ന ഏതോ പ്രകാശം നമ്മളെ വിറക് വെട്ടാൻ വന്നു. ആ പ്രകാശനം കയറി വരാം. ആർക്കും കയറാം, ആർക്കും ഇറങ്ങാം. ഒരു സത്രം പോലെയാണ് വീട്. പുണ്യനബി പഠിപ്പിച്ചെന്ന വീട്ടിൻ്റെ ഫ്രണ്ട് ഡോർ അടച്ചിടണം. എന്നിട്ട് വരുന്ന ആളെ എന്ത് ചെയ്യണം? ഒന്നിരിക്കൽ അയാൾ വീട്ടുകാരെ വിളിക്കുമ്പോൾ ഒന്നിരിക്കൽ തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ മാറി വിളിക്കണം. അഥവാ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ മുന്നിൽ പോലും നിൽക്കരുത്. 3 തവണയെ വിളിക്കാവൂ. 3 തവണയും ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോവണമെന്ന് സൂറത്തുൻ നൂർ. കാരണം വീട് ഒരാളുടെ സ്വകാര്യതയാണ്. വാതിൽ തുറന്നു കൊടുക്കുകയും തുറന്നു കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അത് അയാളുടെ ഇഷ്ടമാണ്. ജാബിറിൻ്റെ വീട്ടിൽ വന്ന് 3 വിളിച്ചു. വിളിക്കേണ്ടതും അങ്ങനെയാണ്. സലാം അലൈക്കും അദ്ഖുൽ, സലാം അലൈക്കും അദ്ഖുൽ, ഞാൻ വരട്ടെ 3 തവണയും സലാം ചൊല്ലി. സലാം അടക്കിയില്ല. സലാം അടക്കലാണ്. ജാബിർ സലാം അടക്കിയില്ല. അപ്പോൾ റസൂലുള്ള തിരിഞ്ഞു പോയപ്പോൾ ജാബിർ ഇറങ്ങി ഓടി വന്നിട്ട് തടഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3 തവണ സലാം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 3 തവണ സലാം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഉണ്ടാകുന്നത് എന്ന്. അതിനൊക്കെ മര്യാദ ഉണ്ട്. പുണ്യനബി വീട്ടിലിരിക്കുകയാ, വാതിലടച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ജാബിർ ഒരിക്കൽ വരുന്നുണ്ട്. ജാബിർ വരുന്നൊരു ഞങ്ങളുണ്ട്. ജാബിർ വന്നു. സലാം അലൈക്കും സലാം പറഞ്ഞു പുറത്തുനിന്ന്. അപ്പോൾ സലാം അടക്കി. മൻ എന്ന് വെച്ചു. ആരാന്ന് വെച്ചു. അനാന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. അന മൻ അന, ആരെന്ന് ചോദിച്ചാൽ ഉടനെ ഒരു പേര് പറയണം. ഞാനെന്ന് പറയരുത്. ഒരാൾ വീട്ടിലേക്ക് നോക്കും. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാവണത് വീട്ടിലെപ്പോഴും നിയന്ത്രണം ഉണ്ടെന്നാണ്. നേരെ കേട്ട് എൻ്റെ അമ്മായിയെ ഈ അവസ്ഥയല്ല. ഇതിനിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒന്ന് പറ. അമ്മായി എന്നുള്ളത് അവസാനിക്കില്ല. ഏത് ബസ് കണ്ടക്ടറും ഏത് പെണ്ണിനെയും വിളിക്കുക അമ്മായി എന്നാണ്. അമ്മായി എന്നുള്ളത് ആർക്കും ഏത് സാഹചര്യത്തിലും വിളിക്കാവുന്ന ഒരു സാമൂഹിക നാമത്തിനാണ്, ഒരു സാമൂഹിക സ്ത്രീനാമത്തിനാണ് അമ്മായി എന്ന് പറയാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവോ? മനസ്സിലായോ? അങ്ങനെ പറയും അമ്മായി എന്ന് പറയും. ആരെ കണ്ടാലും പറയും. അപ്പോൾ എന്നിട്ട് പോലെ ഏതൊരാൾക്കും വീട്ടിൻ്റെ അകത്തേക്ക് കയറി വന്ന് എൻ്റെ അമ്മായി എന്ന് വിളിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. വീട്ടിൽ നിയന്ത്രണം ഉണ്ടാവണം. ഫ്രണ്ട് ഡോർ അടച്ചിടണം. അങ്ങനെയാണ്. ഈ കാര്യം വളരെ ഗൗരവമായി പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ വീടിൻ്റെ അതതിൻ്റെ വൃത്തിയെ തന്നെ അതതിൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഓർമ്മപ്പെടുത്തിയത്. പരിസരത്തെ നന്നാക്കിയെടുക്കാം. വീടിനെ അതിൻ്റെ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാം. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയാം. ഇന്ന് നമ്മളെ വീടുകളിലൊക്കെ ഈ വസ്ത്രം വല്ലാതെ കൂട്ടിയിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിന് തെറ്റിപ്പോയി. ഒറ്റ മിനിറ്റ് അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താം. പറഞ്ഞത് വാഗലിഖ് ബാബക്ക്, വാതിലടച്ചു വെക്കണം. വദ്കുരിസ്മല്ലാഹി അലൈഹി, വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. എങ്കിൽ പിശാച് കയറുകയില്ലെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുമ്പോൾ വിളക്ക് അണക്കണം. തീയ വീട്ടിൽ വെച്ച് ഉണങ്ങരുത് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് നാശമുണ്ടാക്കുമെന്നാണ് പുണ്യനബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ലൈറ്റ് അല്ലെങ്കിൽ ഇരുട്ട്, അരണ്ട വെളിച്ചം ഒരു നന്മയല്ല. നമ്മൾ ഇന്ന നാട്ടിൽ സീറോ ബൾബിൻ്റെ സംസ്കാരം വന്നിട്ടുണ്ട്. അതൊരു തരം പൈശാചിക രീതിയാണ്, നല്ലതല്ല. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നതുമാണ്. ഞാൻ ലേശം സ്വാതന്ത്ര്യം എടുത്ത് പറയാണ് അവിടെ, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഈ അരണ്ട വെളിച്ചത്തെ കൊണ്ടുവന്നത് ഒരു തരം പച്ചയായ ലൈംഗിക തൃഷ്ണയുടെ ചോയ്സാണ് അതിൻ്റെ ആധാരം. അതായത് ആണിനും പെണ്ണിനും തമ്മിലുള്ള അവരുടെ ശയനമുറിയിൽ പരസ്പരം ഒരു ഇരുണ്ടതുമല്ല എന്ന വെളിച്ചമല്ലാത്തൊരവസ്ഥയിൽ പരസ്പരം കാണാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഈ സീറോ ബൾബ് വന്നത്.
അതൊരു ശരിയായ രീതിയല്ല. ഒന്നിരിക്കൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, ഒന്നിരിക്കൽ വെയിൽ അല്ലെങ്കിൽ തണല്, രണ്ടിൻ്റെ ഇടയിലിരിക്കുന്നത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ശൈത്താൻ്റെ ഇട. മനസ്സിലായില്ല? ഒരാൾക്ക് വെയിലത്ത് നിൽക്കാം, തണുപ്പിലും നിൽക്കാം, പകുതി വെയിൽ പകുതി തണല്, അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ്. അവിടെ ശൈത്താൻ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കണം. ഈ സീറോ ബൾബിൻ്റെ സംസ്കാരം അത്ര നല്ലതല്ല. മാത്രമല്ല ചില ബന്ധങ്ങളുടെയൊക്കെ സമയങ്ങളിലൊന്നും സ്ത്രീകൾ പുരുഷന്മാർ തമ്മിൽ കാണുന്നതും ഹൈറില്ല. മാറായിട്ട് മിൻഹുവ മാറ ആമിന്നി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ശാരീരിക ബന്ധത്തെ പോലും അതുപോലും പറഞ്ഞത് എല്ലാത്തിനും പുറമെ പുതപ്പെട്ട് മൂടിയ സാഹചര്യത്തിൽ മാത്രമേ ശാരീരിക ബന്ധം പുലർത്താവൂ എന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്പം പറഞ്ഞു പോവാണ്. ഞാൻ നിങ്ങൾ ഗൗരവമായത് മനസ്സിലാക്കണം, അതൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്കാരങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരു തരം പടിഞ്ഞാറൻ രീതിയിലേക്ക് മാറി. അപ്പോൾ പിന്നെ പിശാച് നമ്മുടെ കൂട്ടുകാരനായി. അള്ളാഹു നമ്മളെ കാത്തിരച്ചു. വളരെ ശ്രദ്ധിക്കണം. ഈ അവസ്ഥ നല്ലതല്ല. ഒന്നിരിക്കൽ വെളിച്ചം അല്ലെങ്കിൽ അതല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയത് അത് ഏറ്റവും നല്ലതാണ്. ഈ കാര്യം പെണ്ണുങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണം. വീട്ടിൽ തീയിട്ടുറങ്ങരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാത്രം എപ്പോഴും മൂടി വെക്കണമെന്ന് മുഹമ്മദ് നബി. ഒരു സഞ്ചിയാണെങ്കിലും കെട്ടിവെക്കണം. ഒരു സഞ്ചി, മനസ്സിലായില്ലേ? നമ്മൾ അങ്ങാടിയിൽ നിന്ന് സാധനം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റോർ റൂമിൽ വെക്കും. സ്റ്റോർ റൂമിൽ വന്നിട്ട് ആവശ്യമുള്ളതൊക്കെ അതിന് ഇങ്ങനെ ഉലുവയും കടുകും എടുക്കുന്ന അവസ്ഥ ആവരുത്. അപ്പോൾ ആവശ്യമുള്ള എടുത്തിട്ട് ഒന്നിരിക്കലും ഒരു ഡബ്ബയിൽ അത് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് കെട്ടിവെക്കും. നിങ്ങൾക്ക് മനസ്സിലാവണ്ട ഈ പറയുന്നത്? വളരെ നിയമമാണത്. ഇസ്ലാമിൽ നിയമമില്ലാത്തൊരു കാര്യമല്ല. എന്തിലും നിയമം. നമുക്ക് ബോധം തരട്ടെ. എന്തിനും നിയമമാണ്. ഒരു സഞ്ചിയാണെങ്കിൽ അടച്ചു കെട്ടി വെക്കണം, ഒരു പാത്രമാണെങ്കിൽ മൂടി വെക്കണം, അല്ലെങ്കിൽ കമഴ്ത്തി വെക്കണം, ഒരു മുറിയാണെങ്കിൽ അടച്ചിടണം. ഇതൊക്കെ മനുഷ്യന് അത്യാവശ്യ കാര്യങ്ങളാണെന്ന് ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ സമയം കുറവായതുകൊണ്ട് പറയുന്നുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ വീടുകളിലൊക്കെ ഇന്ന് ഈ വസ്ത്രം ഇങ്ങനെ വസ്ത്രം അനവധി നമ്മുടെ വീടുകളിൽ വ്യക്തികൾക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട്. അതായത് പഴയ കാലത്ത് ഒരു 4 വീട്ടിൽ മൊത്തമുള്ള വസ്ത്രം ഉണ്ടാവും. ഇന്ന് ഒരു വീട്ടിൽ ഒരാൾക്ക്. എന്താ ഇതിൻ്റെ അസല്? 2 വസ്ത്രത്തിലാണ് മുഹമ്മദ് നബി വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറമില്ല. അതിലൊന്നാകട്ടെ പറ്റ പിഞ്ഞിപ്പോയിരുന്നു. ആ വസ്ത്രം കാണിച്ചു കൊടുത്ത് ഒരിക്കൽ പൊട്ടിക്കരഞ്ഞു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കുറച്ചൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇത് തന്നെ നോക്കൂ നിങ്ങൾ. നമ്മൾ എല്ലാം ഓണമാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുണി സാധനം എടുക്കുന്നത് നമ്മളാ. പെരുന്നാളാണെങ്കിൽ നമ്മളാ, നോമ്പാണെങ്കിൽ നമ്മളാ. ഇനി അത് കഴിഞ്ഞ് 2ാമത്തെ പെരുന്നാളുണ്ട് നമ്മളാ. അതിന് നേരെ കഴിഞ്ഞ മാസം പിന്നെ മൂത്താപ്പയുടെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ടുണ്ട്, അന്നുണ്ട്. നിങ്ങൾ പറയില്ലേ ഇതെന്ന്? ഇപ്പം കോഴിക്കോട് പുതിയ ഒരു ഷോറൂം പെരുന്നാൾ നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് എന്നോട് ഒരു പത്രപ്രവർത്തകൻ തന്നെ എന്നോട് പറഞ്ഞു, നോമ്പ് കൊണ്ട് ശരിയാക്കും. നോമ്പ് കൊണ്ട് അവർക്ക് ഒരു കൊല്ലത്തെ കച്ചവടം നോമ്പ് കണ്ടു. നോമ്പിൻ്റെ 2 ദിവസം മുമ്പ് എന്താണ് ആ കടയുടെ പേര്? എല്ലാവരും അറിയും. എനിക്ക് അറിയാത്തവണെന്നല്ല, ഇവിടെ വിവരം അറിഞ്ഞോന്നറിയാൻ വേണ്ടി. നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഇതിൻ്റെ കസിൻ? എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ ക്ലാസ്സിന് വന്നതും ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകാനുള്ള സൗകര്യത്തിനായിരിക്കും എന്നാണ് ഉറപ്പ്. ഞാൻ അങ്ങനത്തെ പൊട്ടനൊന്നുമല്ല. പഴയ കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഒക്കെ ഈമാൻ ചൂടായിട്ട് ക്ലാസ്സിന് വരികയാണ്. അതൊന്നല്ല. ഞാൻ അവിടെ നിന്നൊക്കെ പറ്റ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്ത് ഒരു പൊട്ടനായിരുന്നു. അതായത് നിങ്ങളൊക്കെ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആളുകളൊക്കെ നന്നായല്ലോ. എവിടെ? അതൊക്കെ പുതിയ പുതിയ വിളവുകൾക്ക് വേണ്ടിയുള്ള ചില രീതികൾ മാത്രമാണ്. ഇപ്പോൾ ഷോപ്പിങ്ങിന് വന്നൊരു കൂട്ടം. എന്തിനാണ് ഇതിങ്ങനെ കൊണ്ടുപോയി തൊലച്ച് കളയേണ്ട ആവശ്യമുണ്ട്? ഒരു മര്യാദക്കുള്ള ഒരു വീട് വളരെ ശ്രദ്ധിക്കണേ. വീട്ടിൽ ഇസ്രാഫ് ഒരിക്കലും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതഭയം ചെയ്യുന്നത് പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നോക്ക് ഒന്നും കൂടെ. ولا تبذر تبذيرا ولا تبذر تبذيرا. ഒരിക്കലും അമിതവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതവ്യയം ചെയ്യുന്നത് പിശാചിന്റെ സഹോദരങ്ങളാണ്
എന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പയും ഉമ്മയും പിശാചിന്റെ ആളുകളായാൽ എങ്ങനെ കുട്ടികൾ നന്നാവും? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതി എങ്ങനെ ഉണ്ടാവും? അമിതവ്യയം നമ്മളെ കുടുംബത്തെ നശിപ്പിച്ചു. ഒരു പാത്രം കഴുകണമെങ്കിൽ 4 ആൾക്ക് കുളിക്കാനുള്ള വെള്ളം വേണം. ഇന്ന് ഈ മോട്ടർ നമുക്ക് വേണ്ടിയില്ലായിരുന്നു. പഴയ കാലത്ത് മുഖ്യ ഉപയോഗിക്കുമ്പോൾ വെള്ളം എന്നത് ഭൂമിയുടെ രക്തമാണ്. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണ്. ഇവരറിയും അറിയാൻ പോവുക. ഇനി ഏറ്റവും നല്ല ബിസിനസ് വെള്ളത്തിൻ്റെതായിരിക്കും. കച്ചവടക്കാരുണ്ടെങ്കിൽ ഒരുങ്ങിക്കോളൂ. ഞാൻ ബിസിനസ്സിൻ്റെ വഴിയും പറഞ്ഞുതരാം. 21-ാം നൂറ്റാണ്ടിൽ 22-ാം നൂറ്റാണ്ട് ഉണ്ടാകുമെങ്കിൽ 22-ാം നൂറ്റാണ്ടിലും ഏറ്റവും വലിയ ബിസിനസ് വെള്ളമായിരിക്കും. ഉറപ്പ്. വെള്ളത്തിന് വില കൂടുന്നു. 2050 കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അപേക്ഷിക്കുമെന്ന് തൻ്റെ സൈറ്റിൽ ഒരു പ്രവചനം വെച്ചിട്ടുണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ്, നമ്മുടെ APJ സൈറ്റിൽ APJ കൊടുക്കുന്നുണ്ട്. 2050 ശേഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ അപേക്ഷിക്കുക, പകുതി ശമ്പളം മിനറൽ വാട്ടറായി തരണം എന്നായിരിക്കും. അങ്ങനെയാണ്. ഭയങ്കര. വെള്ളം എന്ന് പറഞ്ഞ വലിയ സാധനം. ഒരു വിലയില്ലല്ലോ വെള്ളത്തിൽ. സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ നടുവിലാണെങ്കിലും വെള്ളം മിതമായി ഉപയോഗിക്കാവൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നത് ഒരു സായ വെള്ളം കൊണ്ടാണ്. ഒരു സായ എന്നാൽ 2.5 ലിറ്റർ. നമുക്ക് 2.5 ലിറ്റർ കൊണ്ട് മുങ്കൈ കഴുകാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ ഇല്ലാവോ? ഇതൊക്കെ പെണ്ണുങ്ങൾ ഇതൊന്ന് പഠിക്കുക. ഒന്നും നിയമം കൊണ്ടുവരി. നമ്മളിങ്ങനെ ടാപ്പ് ഇങ്ങനെ തുറന്നു വെക്കുക, ഒരു ചെറിയ പാത്രം അങ്ങനെ കഴുകുക. ഒരു പാത്രം കഴുകി തീരണമെങ്കിൽ ഒരു 10 ആൾക്ക് കുളിക്കാനുള്ള വെള്ളം വേണം. എന്തിന്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സായ വേണ്ട. ഒരു സായ എന്ന എത്ര? 2.5 ലിറ്റർ. 2.5 ലിറ്റർ വെള്ളം കൊണ്ട് കുളിക്കുക. ആരാ കുളിക്കുക? മുഹമ്മദ് നബി. അപ്പൊ ഒരു ചോദ്യം, 2.5 ലിറ്റർ വെള്ളം കൊണ്ടൊക്കെ കുളിച്ചാൽ ജനാബത്ത് പോവോ? എടോ, ജനാബത്ത് പഠിപ്പിച്ച ആളാണിത് മുഹമ്മദ് നബി. ജനാബത്ത് എങ്ങനെ കുളിക്കാൻ കഴിയുന്ന ലോകത്തിന് പഠിപ്പിച്ച മനുഷ്യനാണ് ആര്? ഈ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ആ മനുഷ്യൻ കുളിച്ചിരുന്ന 2.5 ലിറ്റർ വെള്ളത്തിലാണ്. നമുക്ക് മുങ്കൈ കഴിക്കണമെങ്കിൽ 5 ലിറ്റർ വേണം. അതാണ് നമ്മളെ അവസ്ഥ. ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ പഠിച്ചേ മതിയാവും. ഒന്ന് ടാങ്ക് നിറച്ചിട്ടാണ് കുളിപ്പുരയെ കയറുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വിളിച്ചു പറയും, വെള്ളം കഴിഞ്ഞു, ഒന്ന് മോട്ടർ ഇടുക ഇല്ലേ, ഒന്ന് പാറ ഒന്ന് ടാങ്ക് നിറച്ചിട്ടാണ് കയറുക. ഇത് ഭൂമിയുടെ രക്തമാണ് വെള്ളം. ഭയങ്കര. അത് നമുക്കറിയില്ല. സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ 991 കൂടെ ഇറാഖിലേക്ക് വന്നപ്പോൾ അവരുടെ തമ്പുകൾ മുഴുവനും ടെന്റ് കെട്ടിയത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരങ്ങളിലാണ്. ഇറാഖ് വാറ് കഴിഞ്ഞു. ഇറാഖ് വിട്ടുകൊടുക്കുന്ന ചർച്ച നടക്കുന്നുണ്ട്. എന്താണെങ്കിലും അമേരിക്കയുടെ പട്ടാള ടെന്റുകൾ മുഴുവനും യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരങ്ങളിലാണ്. ഇസ്ലാമിക ശത്രുക്കൾ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരങ്ങളിൽ തമ്പടിക്കുമെന്ന് മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ദുരുപയോഗം ചെയ്യുന്ന ഈ രീതി നമ്മൾ ഇല്ലാതാക്കണം. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ കഴിയും. വെള്ളം മിതമാക്കുക. അനാവശ്യമായ ഈ വസ്ത്രങ്ങൾ കൂട്ടാതിരിക്കുക. അനാവശ്യമായ വസ്ത്രം കൂട്ടിയ സ്വാഭാവികമായും അതിങ്ങനെ മൂലയിലിടേണ്ടി വരും. അതിൻ്റെ ഒരു ദോഷം. പിന്നെ ഇസ്രാഫിൻ്റെ ഒരു ദോഷം വേറെ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ബഹുമാനപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നല്ലത് തരട്ടെ. അള്ളാഹു പക്ഷേ നല്ല അവസ്ഥയിൽ തന്നെ നിൽക്കണം. നല്ല വസ്ത്രം. പെണ്ണുങ്ങൾ ഒരു വീട്ടിൻ്റെ കുടുംബിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങോട്ട് നോക്കും. അവൾ ഏറ്റവും നല്ല വസ്ത്രവും ഏറ്റവും ശുദ്ധിയിലും നിൽക്കേണ്ടത് വീട്ടിലാണ്. ഇതാ നളർത്തഹ സർവത്തക്ക. ഭർത്താവ് അവളെ നോക്കിയാൽ അവൾ വളരെ അയാളെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയിൽ നിലകൊള്ളണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. രാത്രി വീട്ടിൽ വന്ന് വാതിൽ മുട്ടരുതെന്നാണ് റസൂലുള്ളാഹിയുടെ നിയമം സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ നിയമമാണ് വീട്ടിൽ രാത്രി വാതിൽ മുട്ടരുത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ന്യായം, പെണ്ണുങ്ങൾ വേണ്ടത്ര വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മുടിയുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെ നേരിട്ട് ഭർത്താവ് അങ്ങോട്ട് കയറി വന്നാൽ ഒരു വിരക്തി തോന്നും പുരുഷന്മാർക്ക്. അതുകൊണ്ട് യാത്ര കഴിഞ്ഞ് ഈ ഷാമിലോ യമനിലോ ഒക്കെ ഈ കച്ചവടത്തിനോ മറ്റു പോയവർ രാത്രി മദീനയിൽ വന്നാൽ തന്നെ പള്ളി താമസിച്ച് നേരം വെളുത്താലേ വീട്ടിൽ പോകാൻ പാടുള്ളൂ എന്നാ മുഹമ്മദിനിയ നിയമം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാനുള്ള കാരണം ഇന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇത്രാം തീയതി വരും, ഇന്ന നേരത്ത് വരും എന്നൊക്കെ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ സംവിധാനമില്ല.
രണ്ടാമത്തെ കാര്യം ഇന്നിനെ അറിയിക്കേണ്ടവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? വീട്ടിൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾ സ്വന്തം സൗന്ദര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണല്ലോ എന്തുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളത്. ഇത് ഭർത്താവില്ലാതിരിക്കുമ്പോഴാണ് കൂടുതൽ ഈ സൗന്ദര്യ പ്രദർശനം നടത്തുക. പുറത്തു പോകുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യം എടുക്കുക. ഇത് ശരിയല്ല. പെണ്ണുങ്ങൾ വീട്ടിൽ ഇതാനർത്ഥ അവളെ നോക്കിയാൽ സന്തോഷിപ്പിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിലകൊള്ളണമെന്ന് മുഹമ്മദ് നബി സന്തോഷം ഉണ്ടാകണം. അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ കുട്ടികളെ വളർത്തുകയും എന്ന് മുഹമ്മദ് നബി. മുടിയുള്ളവൻ മുടിയെ ബഹുമാനിക്കണം, അതൊക്കെ ഉമ്മ പഠിപ്പിക്കണം. ഒരാൾ മുടി ചെയ്യാതെ മുസ്തഫ നബിയുടെ സദസ്സിൽ വന്നു. മുടിയെ ചെയ്യാനുള്ള ചീർപ്പൊക്കെ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കാണാം. നല്ലതാണ്, ഞാൻ അതിനൊന്നും എതിർക്കൂല, ഒക്കെ നല്ലതാണ്. പിന്നെ എപ്പോഴും അതൊരു പണിയാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മുടി ചെയ്യാനൊക്കെ ഒന്ന് കൊണ്ട് നടക്കുന്നവരില്ല നമ്മളെ കൂട്ടത്തിൽ, നല്ലതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ വന്നു. സായിറ റൈസി, മുടി എന്ന് വേണ്ടത്ര അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാൾ പുണ്യ നബിയുടെ സദസ്സിൽ വന്നു. മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി അശാറ ഇലൈഹി, എണീറ്റ് പോ, മുടി നന്നാക്കുന്ന ആംഗ്യം കാണിച്ചു. മുടി പിന്നെ ഒടുക്കിയിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അഹ്സൻ മിൻ അന്നഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറും മിൻ അലൈസ ഹാദാ ഖൈറ മിൻ അൻ യഅതി അഹദുകും സായിറ റഅസി കഅന്നഹു ശൈത്താൻ. ശൈത്താനായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ രൂപമല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു വീട്ടിലെ ഉമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് എന്ത്? കുട്ടികളെ മുടിയൊക്കെ ചീകി കൊടുക്കുക. അത് നല്ല മുടിയുള്ളവർ അത് ചീകി വെക്കണം. ആ രീതിയൊക്കെ പഠിപ്പിക്കണം. ആ രീതിയൊക്കെ ഉമ്മയുടെ ഒരു ബാധ്യതയാണ്. ഉമ്മയുടെ കൈ അവിടെയൊക്കെ ഉണ്ടാവണം. മുടി ചീകാത്തിരുത്തം കണ്ടെങ്കിൽ മുടി ചീകുക എന്ന് തന്നെ പറയണം. അതൊക്കെ ദീനിൻ്റെ ഭാഗമാണ്. നമ്മൾ മുടി ചീകാത്തവരാകരുത്. മുടിയുണ്ടെങ്കിൽ ചീവയ്ക്ക് വെക്കണമെന്ന് മുഹമ്മദ് നബി. രണ്ട് ഭാഗത്തേക്കായിരുന്നു മുസ്തഫ നബി മുടി ചീകിയിരുന്നത്. ഒന്നിരിക്കൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട്. രണ്ടവസ്ഥയിൽ റസൂലുള്ള മുടി ചീകിയിരുന്നത്. ഒരിക്കൽ മാത്രമേ മുടി വടിച്ചിട്ടുള്ളൂ. അത് ഹജ്ജിന് വേണ്ടിയാണ്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ ആവോ? അല്ല ഉണ്ടോ? എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സമ്പ്രദായം അല്ല പറയുക. ദീന് പറയുമ്പോൾ അപ്പോഴെപ്പോഴും കുറച്ചൊക്കെ പൊട്ടിപ്പോകും ഒന്നും വിചാരിക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ മുടി വടിച്ചിട്ടുള്ളൂ. അത് ഹജ്ജിന് വേണ്ടിയാണ്. ഹബീബ റസൂലുള്ളാഹി മുടി ചീകി വെക്കും നല്ല വൃത്തിയിൽ. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് മുറിച്ച് കളയും. ഇങ്ങനെ ചീകി വെക്കും. ഇത് റസൂലുള്ളാഹിയുടെ രീതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പിന്നെ രണ്ടായി ചീകും. എങ്ങനെ? ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങോട്ട് ആദ്യം പിന്നെ അങ്ങോട്ട്. ഏത് കാര്യം വലത്തതിനെ മുണ്ടിക്കുന്ന റസൂലുള്ളാഹിയുടെ രീതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെ വേണം നല്ല മുടി. ഇതൊക്കെ നല്ലതാണ്, ഒക്കെ വളരെ നല്ലതാണ്, ഒക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെയാണ് നല്ല മുടിയുള്ളവരാവുക. നല്ല ആരോഗ്യം, നല്ല മുടി ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. മുടി ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ഭംഗിയിലും വളരെ വൃത്തിയിലുമൊക്കെ ആക്കി വെക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉമ്മമാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത് പ്രധാനപ്പെട്ട സുന്നത്തായി ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് കുട്ടികളിലുള്ള വൃത്തി. അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ശുചീകരണം. ഇതൊക്കെ വളരെ ഉമ്മ കാര്യമായി ശ്രദ്ധിക്കണം നല്ലതുപോലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കക്കൂസിൽ സോപ്പ് ഉപയോഗിക്കണം. കക്കൂസിൽ സോപ്പ് ഉപയോഗിക്കുന്നത് ഉമ്മ കർശനാക്കണം. കക്കൂസിൽ സോപ്പ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, കക്കൂസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ആൾ കൈ സോപ്പിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗാണുക്കൾ വരാൻ ഇന്നത്തെ കാലത്ത് വളരെ പരിസരം മുഴുവനും രോഗാണുക്കൾ നിറഞ്ഞൊരു കാലത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കർശനമാക്കണേ. അത് വളരെ കർശനമായൊരു കാര്യമാണ്. നിർബന്ധമായും കക്കൂസിൽ കഴിഞ്ഞ് വരുന്ന ഒരാൾ സോപ്പ് ഉപയോഗിക്കണം. അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമല്ലേ ഇന്ന്. അതൊക്കെ ഉമ്മയുടെ ഒരു പ്രത്യേകമായ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. വൃത്തിയിലും വെടിപ്പിലൊക്കെ ഉമ്മക്ക് ഉമ്മയുടേതായ ഒരു നോട്ടുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ മക്കൾ അതിൻ്റെ രീതിയിലും കാര്യത്തിലൊക്കെ ആവുള്ളൂ. കുട്ടികളെ കൊണ്ട് നഖം മുറിപ്പിക്കുക. ഓരോന്നിനും നഖം നീട്ടി വളർത്തരുത്. നഖം മുറിക്കണം. അതിൻ്റെ രീതി വരെ ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങലിൽപ്പെട്ടതാണ് എന്ത്? നഖം മുറിക്കൽ. ആഴ്ചയിൽ വൃത്തിയായി ഒരിക്കൽ നഖം മുറിച്ചാൽ എന്തൊരു ഭംഗിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖം മുറിച്ചിരുന്നു. നഖം മുറിക്കാൻ്റെ രീതി വരെ കാണിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് ഒഴിവാക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതങ്ങോട്ട് ഒഴിവാക്കുക, പിന്നെ അങ്ങനെ അങ്ങോട്ട് മുറിക്കുക. ഈ കൈയാവുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മുറിക്കുക. മനസ്സിലായില്ല? കാലിൻ്റെ വിരലാകുമ്പോൾ ഇടത്തെ കാലിൻ്റെ ചെറുവര മുതൽ വലത്തെ കാലിൻ്റെ ഇത് ഉമ്മ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കാണിച്ച് പഠിപ്പിച്ചാൽ അത് കുട്ടിയിൽ ഇത് സുന്നത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അത് ഉമ്മ അങ്ങനെ തന്നെ ശീലിപ്പിക്കണം. എന്തിനുണ്ടല്ലോ സുന്നത്ത്. മൻ അഹ്യാ സുന്നതി ഇൻദ ഫസാദി ഉമ്മതി
ഫലഹു അജ്റു മിഅതി ഷഹീദ്. സുന്നത്ത് മരിച്ചു പോകുന്ന കാലത്ത് ഹയാത്താക്കുന്നവർക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. എങ്ങനെ? ഒന്നും കൂടെ പറയാം. എങ്ങനെ? വലത്തെ കൈ ആദ്യം മുറിക്കുക, ഇത് ഒഴിവാക്കുക. ഏത്? തള്ളവിരല് ഇവിടുന്ന് അങ്ങോട്ട് മുറിക്കുക, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മുറിക്കുക. കാലിൻ്റെ വിരലാകുമ്പോൾ കാലിൻ്റെ വിരലാകുമ്പോൾ വലത്തെ കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ ഒന്നിച്ച് മുറിക്കുക. ഇതാണ് സുന്നത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കാണിക്കുക. അങ്ങനെ തന്നെ ഉമ്മാൻ്റെ പ്രധാനപ്പെട്ട ഉമ്മ അങ്ങനെ തന്നെ ശീലിപ്പിക്കുക. പിന്നെ കുട്ടികൾക്ക് ഉമ്മ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു. ശ്രദ്ധിക്കണേ, ഉമ്മ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നല്ല രീതിയിലൊക്കെ വസ്ത്രം ധരിക്കുകയും അതൊക്കെ നല്ല രൂപത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു രീതി മക്കൾക്ക് ഉമ്മ കാണിച്ചു കൊടുക്കുക. ഒക്കെ ഉമ്മയുടെ പ്രത്യേകമായ തെർബിയത്തിലായിരിക്കണം ഉമ്മ ചെയ്യേണ്ടത് ഏതൊരു കാര്യങ്ങളിലും. എന്തിനും പ്രത്യേകിച്ച് ഋതുരക്തമുള്ള പെൺകുട്ടികളെയൊക്കെ ആ രൂപത്തിൽ ശുദ്ധീകരിക്കേണ്ട കാര്യമൊക്കെ ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഉമ്മയുടെ ആ കാര്യത്തിലൊന്നും ആണുങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വൃത്തിയിലും അതിൻ്റെ രീതിയിലും ഉമ്മ കൊണ്ടുനടക്കുക. അതൊക്കെ ഉമ്മകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പുണ്യകരമായ ഒരു കാര്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ സത്യദീനിനെ പുലർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഉമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം രുചികരമാക്കിയിട്ട് ഒരു നല്ല കുടുംബിനിയാകുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുക. അതിന് കൂടുതൽ ചിലവൊന്നും വേണ്ട. നല്ല നിലക്ക് ഉപയോഗിച്ചത് കൈപ്പരുത്തമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ കുറഞ്ഞ ചിലവ് കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. അതിലെ അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കൈപ്പുണ്യമാണ്. പെണ്ണിൻ്റെ കൈപ്പുണ്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു ഡോക്ടറെ ഒരു കൈപ്പുണ്യമാണ്. നല്ലൊരു ഡോക്ടറാകുമ്പോൾ അയാൾ ചികിത്സിക്കുന്ന രോഗികൾക്ക് ഭേദാവുക. അത് ഏകദേശം അല്ലെങ്കിൽ തീരുമാനമുണ്ടാവും. ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു പെണ്ണ്, നല്ല പെണ്ണുങ്ങൾ ആളുകളെ ബുദ്ധിമുട്ടിക്കാത്തവരാണെന്ന് മുഹമ്മദ് നബി. ഒരു വാപ്പാക്ക് വരെ ബുദ്ധിമുട്ടുണ്ടായില്ല. നേരത്തെ അവൾ വിവാഹിതയായി പോയി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ചിന്തിക്കണം. നല്ല ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം ഒക്കെ നല്ല രൂപത്തിലുണ്ടാക്കുക. ചെറിയ ചിലവ് മതി കാര്യങ്ങൾ. നല്ല കൈപ്പൊരുത്തുള്ളവരായാലും ആ കൈപ്പൊരുത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭക്ഷണം നല്ലതാക്കി ഉണ്ടാക്കുക. അതൊക്കെ നല്ലതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഉമ്മാക്ക് തന്നെയാണ്. അതിന് വലിയ ചിലവൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മൈക്കുകളൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോയി. ഈ മൈക്കത്ത് കുറേ കുഴപ്പമില്ല. ഇതിങ്ങനെ ഇത്രയും നല്ല ഉണ്ടാകുക. ഒരു സദസ്സിലൊക്കെ കൊണ്ട് ചെന്നാൽ എൻ്റെ സുബ്ഹാനല്ലാഹ് ലോഡ് കണക്കിന് ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ചങ്കിട്ട് കയറും. കുഴപ്പം മൈക്കൊക്കെ ഒന്നുമല്ല. ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്ന ഒരുത്തനുണ്ട്, അവനാണ് ഇതിൻ്റെ കുഴപ്പം. എന്നാൽ ചില ആളുകളുണ്ടാകും, അവർക്ക് ഒന്നും വേണ്ട, എന്തോ ഒരു 4 സാധനം അപ്പുറത്ത് വയറ് കൂട്ടി പിടിപ്പിച്ചാൽ ഒരു അധ്വാനമല്ലാതെ ഒരു പ്രഭാഷണം നടത്താൻ നന്നാക്കി കൊടുക്കാൻ. അത് ഇയാളുടെ കൈപ്പൊരുത്താണ്. ഈ മൈക്ക് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു മൈക്കക്കാരനാണ്. അങ്ങനെയാണ്. ഞാൻ ഒന്നും വിചാരിക്കരുത്. കാരണം അവരിലുള്ള ശബ്ദം മുഴുവൻ നശിപ്പിച്ചു കളയും. അതൊന്നല്ലാതെ കൈപ്പൊരുത്താണ് ഇവിടെയൊക്കെ വിഷയം. പെണ്ണുങ്ങൾ ഇതേപോലെ തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കൈപ്പൊരുത്തമാണ് പ്രധാനം. അവിടെ പെണ്ണുങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക. അതേപോലെ മാത്രമല്ല, ആണുങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ഭക്ഷണത്തിന് എപ്പോഴും നല്ലത് പറയുക. ഒന്നുമില്ല, റൊട്ടി കൊണ്ടുവന്നു, കറിയില്ലേ എന്ന് പുണ്യനബി ചോദിച്ചു. മാ ഇൻദനാ ഇല്ലൽ ഖല്ലു യാ റസൂലല്ലാഹ്, സുർക്കയല്ലാതെ ഒന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു നിഅമൽ ഇദാമു അൽ ഖല്ലു, ഓ സുർക്കയുണ്ടോ? ഏറ്റവും നല്ല കറി സുർക്കയാണ് എന്ന് റസൂലുള്ളാഹി. മനസ്സിലായോ? അന്ന് എണീറ്റ് ഹോട്ടലിൽ പോയി തിന്നില്ല. നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടല്ലോ, മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യന് മേമ്പൊടി കൂട്ടുന്ന സാധനമാണ് എന്ത്? സുർക്ക. ആ സുർക്കക്ക് വേണ്ടിയാണ് മുസ്തഫ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഅമൽ ഇദാമു അൽ ഖല്ലു, ഏറ്റവും നല്ല കറി സുർക്കയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണശേഷം പാത്രങ്ങളൊക്കെ ഉടനെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് അവിടെയൊക്കെ ഉമ്മാൻ്റെ കൈപ്പൊരുത്തം പ്രധാനമായി കാണിക്കുക. നല്ല ഭക്ഷണം ഉണ്ടാക്കുക. അതോടുകൂടെ തന്നെ ഉമ്മാൻ്റെ രീതിയാണ്. ഭക്ഷണത്തിൽ അള്ളാൻ്റെ പൊരുത്തം ഉണ്ടാകണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഉളൂ ചെയ്യണമെന്ന് ഹബീബായ നബി. അബൂദാവൂദിന്റെ ഹദീസ എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. ഹബീബായ നബി പറഞ്ഞു, ഭക്ഷണത്തിന് വേണ്ടി മുമ്പ് ഉളൂ ചെയ്യൽ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാക്കും. വലിയ കാര്യമാണ്. ഉമ്മാക്ക് പ്രത്യേകിച്ച് ഉളൂ ഉണ്ടാവുകയും ചെയ്യാം. ഒരു കുടുംബനാഥനും കുടുംബനാഥക്കും ഉളൂ ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ നല്ലതാണ്. ഒരാൾക്ക് എപ്പോഴും ഉളൂ ഉണ്ടാവും. അതും അതിൽ നിന്ന് മക്കൾ പഠിക്കും. എൻ്റെ വല്ലിപ്പാൻ്റെ ഒരു സമ്പ്രദായം ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
എങ്ങാനും വല്യപ്പ നമ്മളോടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും കുറച്ച് കഴിഞ്ഞിട്ട് വല്യമ്മ മെല്ലെ വന്നിട്ട് പറയും, ഉപ്പാനൊന്ന് പൊരുത്തപ്പിടിക്ക്, ഉപ്പാക്ക് ഉളു ഉണ്ടാകും. ഉളുള്ള നേരത്ത് ആ കുറ്റം ആക്ഷേപിച്ച് പറഞ്ഞാൽ അത് അള്ളാഹു കബൂലാക്കിയാലോ ഉപ്പാനെ പൊരുത്തപ്പിടിക്കുക എന്ന് പറയും. മനസ്സിലായില്ല? പാടത്തെ പറമ്പൊക്കെ പണിയെടുക്കുക, അപ്പോഴും എന്തും ഉണ്ടാവും, ഉളു ഉണ്ടാവും. അതൊക്കെ പഴയ കാലത്തെ ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട രീതിയായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ പല്ല് തേക്കൽ, കുട്ടികളെ പല്ല് തേക്കിക്കുക. പലപ്പോഴും പലർക്കും കാണാം പല്ല് തേക്കുന്ന കാര്യത്തിലൊന്നും ശ്രദ്ധിക്കൂല. നമ്മുടെ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പല വീടുകളിലും പല കുട്ടികളും മദ്രസയിലൊക്കെ വരുന്ന കുട്ടികളുടെ കാര്യം പറയുകയും വേണ്ട. കാരണം ഉമ്മയുടെ വൃത്തി കമ്മിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോഴും ജിബ്രീൽ എൻ്റെ അരികിൽ വന്നാൽ മിസ്വാക്കിനെ പറ്റി പറയും. മിസ്വാക്ക് പറയാതെ ജിബ്രീൽ പിരിഞ്ഞു പോയിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. പല്ല് തേച്ചിട്ട് എൻ്റെ പല്ല് കൊഴിഞ്ഞു വീഴുമോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല്ല് തേക്കുക വളരെ പ്രധാനം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, വളരെ പ്രധാനം. പല്ല് തേക്കുന്നത് മിസ്വാക്ക് ദായിമായ ആളുകൾക്ക് സിഹർ ഏൽക്കുന്നത് പോലും കമ്മിയായിരിക്കും. ഇങ്ങോട്ട് നോക്കൂ, പെണ്ണുങ്ങൾക്കുള്ളത് കുഴപ്പമാണ്. എന്ത് കണ്ടാലും പറയും എന്താണ് സിഹറാണ്. സിഹറാണോ അല്ലേ എന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പിശാചിന് സ്വാധീനിക്കാൻ കഴിയില്ല. എന്തുണ്ടായാൽ മതി? മിസ്വാക്ക് ദായിമാക്കുക. അതുകൊണ്ട് ദീന് വളരെ ഇവിടെയൊക്കെ പെണ്ണുങ്ങളെ കൈയുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രി ഉറങ്ങുന്ന നേരത്തെ കുട്ടികളെ കൊണ്ട് മിസ്വാക്കിപ്പിക്കണം. അത് ഒരുപാട് ആരോഗ്യത്തിന് ഗുണമാവും. അതൊക്കെ ഉമ്മ ചെയ്യിപ്പിക്കണം. കുടുംബിനിയുടെ കടമയും കർത്തവ്യവുമാണ്. ഇത് ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സത്യദീനാണ്. അത് ഉമ്മ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഉമ്മയുടെ ബാധ്യതയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരല്പം നിയന്ത്രണം ഉമ്മ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയും. ഉമ്മക്കാണ് അവിടെയൊക്കെ നിയന്ത്രണം ചെയ്യാം. സത്യവിശ്വാസി ഒരു കുടലിലേ കഴിക്കുകയുള്ളൂ. പുണ്യനബി പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരാളെ പറ്റി പറഞ്ഞല്ലോ അല്ലേ? എന്താ പറഞ്ഞേ? ഒരാൾക്ക് 7 ആടിനെ കറന്നു കൊടുത്തു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അന്ന് രാത്രി മുസ്ലിമായി. പിറ്റേന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. പിറ്റേന്ന് രാവിലെ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആടിനെ കറക്കാൻ റസൂലുള്ള കൽപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാടിനെ കറന്നു കുടിച്ചു. അടുത്ത ആടിനെ കൊണ്ടുവന്നപ്പോൾ വേണ്ടായിരുന്നു. അപ്പോൾ പുണ്യനബി പറഞ്ഞു, അൽ മുഅ്മിനു യഅകുലു ഫീ മഅൻ വാഹിദിൻ വൽ കാഫിറു യഅകുലു ഫീ സബ്അതി അമ്മാ. സത്യവിശ്വാസിക്ക് ഒരു കുടലിലേ കഴിക്കാൻ കഴിയൂ, സത്യനിഷേധിയെ 7 കുടലിൽ കഴിക്കൂ എന്ന് മുഹമ്മദ് നബി. ഓഹോഹോ, അപ്പോൾ അടുക്കളയിലും ഡൈനിങ് ടേബിളിലും ഈമാനുണ്ട്. അത് ഉമ്മാക്ക് മനസ്സിലാവണം. തിന്നാൻ ഇങ്ങനെ ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാന്ന് പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സാധനം എടുത്തു വെച്ചിട്ട് മനുഷ്യന്മാരെ മേൽ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് പാത്രത്തിലിടുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദ്രോഹികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ ദ്രോഹികൾ തന്നെയാണ്. ഒരു ഡൈനിങ് ടേബിളിൽ സാധനങ്ങൾ വെച്ചിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ എന്നെ കഴിക്കും ചെയ്യും, നിങ്ങൾ കഴിക്കണേന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് ഇങ്ങനെ വാലി വെച്ചിരുന്നത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മോശം ഭക്ഷണം പെരുപ്പിക്കലാണ്. വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ദുനിയാവിൽ ഏറ്റവും വയറ് നിറക്കുന്നവൻ പരലോകത്തെ ഏറ്റവും വിശക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉമ്മ വളരെ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾക്കതിലെ ഭക്ഷണത്തിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഭക്ഷണത്തിനെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു സൂറത്തുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഭക്ഷണം ഞാൻ പഠിച്ചത് ഇലാഫി ഖുറൈശ് എന്നാണ്, നിങ്ങൾക്കൊക്കെ അറിയാം ആ സൂറത്ത്. ഒന്നോട് ഭക്ഷണത്തെ മനോഹരമായി അവതരിപ്പിച്ച സൂറത്ത് ഇലാഫി ഖുറൈശ്. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ്. ഓഹോ, അവിടെ അണ്ടർലൈൻ ചെയ്യും. അത്അമഹും മിൻ ജൂഅ്, വിശപ്പിനെ തൊട്ട് ഭക്ഷണം നൽകി. അപ്പോൾ വിശപ്പിൻ്റെ പരിഹാരത്തിൻ്റെ അളവാണ് ഭക്ഷണം. അത് കഴിഞ്ഞാൽ ഇസ്രാഫാണ്.
ഓഹോ ഹോ, അവിടെ അത്താമോ എന്ന് പറഞ്ഞാൽ മതി അള്ളാഹ്ക്ക്. പക്ഷെ അത്താമവും മിൻ ജൂ എന്ന് പറഞ്ഞു. വിശപ്പിനെ പരിഹരിക്കുന്ന അളവ് മാത്രമാണ് ഭക്ഷണം, അതിനപ്പുറം അനാവശ്യമാണ്. അത് തന്നെ ശ്രദ്ധിക്കണം. ഒന്നും വിചാരിക്കരുത് ഈ നോമ്പൊക്കെ നമുക്ക് ഫസാദായി പോയില്ല. കുറേ തടി കൂടി കുറച്ച് എണ്ണ കൂടി എന്നല്ലാതെ എൻ്റെ നോമ്പിൽ നിന്ന് കിട്ടിയത് നിങ്ങൾ ചിന്തിക്കും. വാങ്ങിക്കൊടുക്കുന്ന നേരത്തെ സാധാരണ നമ്മൾ ചോദിക്കുന്നൊരു പരിപാടിയുണ്ട്, നമുക്ക് നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കല്ലേ അല്ലേ എന്ന് പറ. നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ നോമ്പ് തുറക്കുന്ന നേരത്തെ ആളുകളൊക്കെ കൂടുമ്പോൾ എന്താ പറയുക, നമുക്ക് നിസ്കരിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുക, എന്നാ നിസ്കരിച്ച ഭക്ഷണം കഴിക്കുക, എന്നാ നോമ്പ് തുറക്കുക എന്ന് പറയും. എന്നാൽ പിന്നെ നോമ്പ് തുറക്കാനിരിക്കും, അതിൽ ഇങ്ങോട്ട് ഇരിക്കും. ദുനിയാവിലുള്ള എല്ലാ സമൂസയും അതിലുണ്ടാവും, എല്ലാ മുട്ട മറിച്ചതും ഉണ്ടാവും, എല്ലാ മുട്ട മസാലയും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാ പൊരിച്ചതും കരിച്ചതും തമിഴ്നാട്ടിലുള്ള എല്ലാ ജാതി വെട്ടിക്കൂട്ടും എല്ലാ സൾഫാൻ അടിച്ചതും മുഴുവനും കൂടെ കൊണ്ടുവന്ന് നിറച്ചിട്ട് അത് തന്നെ നിറച്ചിട്ട് മുട്ടിന്മേൽ കൈ കുത്തിയായിരിക്കും എണീക്കുക. ഇപ്പോൾ എന്തായിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം എപ്പോഴാ? നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. ഇത് നോമ്പ് പറഞ്ഞതാ, തിന്നാൻ വേണ്ടി ഒരു ഇസ്ലാം മതം. ഇതെന്ത് പരിപാടിയാണ് മനുഷ്യന്മാർ? നിങ്ങൾ ചിന്തിക്കുക, ആ പരിപാടിയെ നമ്മൾ നിർത്തണം. നോമ്പ് നാശാക്കിയാണ് ഞാൻ മനസ്സിലാവുന്നത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട, അത് വളരെ ശ്രദ്ധിക്കണം. ഉമ്മ ആ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉമ്മാക്കൊരു പ്രത്യേകമായ സയഖൂനുൽ ജാലും മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും, യഅ്കുലൂന അൽവാന ത്വാം, പല ജാതി വിഭവങ്ങളായിരിക്കും അവർ കഴിക്കുക. വയശ്രബൂന അൽവാന ഷ്റാബി, വിവിധങ്ങളായ പാനീയങ്ങൾ അവർ കുടിക്കുകയും ചെയ്യും. പിന്നെ വയൽബസ്സുന അൽവാന സിയാബി, വിവിധങ്ങളായ വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കും. ഓം ഷിറാറു ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരാണെന്ന് മുഹമ്മദ് നബി തൊബ്രാസ്നി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉമ്മ ശ്രദ്ധിക്കുക, ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും വളരെ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, വിരുദ്ധാഹാരങ്ങൾ ഒരിക്കലും ഉമ്മാക്ക് ഭക്ഷണത്തിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. വിരുദ്ധാഹാരങ്ങൾ കഴിച്ചിട്ടാണ് ഇന്ന് ഏകദേശം കിഡ്നി തകരാറിലായത്. നിങ്ങളൊരു 10 മിനിറ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില വിഷയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി തകരാറിലായ സമുദായം മുസ്ലിമീങ്ങൾ. 70 കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ 70% കിഡ്നി തകരാറിലായ പേഷ്യൻസ് മുസ്ലിമീങ്ങളാണെന്ന് സൂപ്രണ്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ നിന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 70% ആ മുസ്ലിമീങ്ങളാണ്. എന്തിന് മുസ്ലിംകളാണ്, എന്തിനാ ചോദിക്കുന്നത്? RCCയിൽ പോയി നോക്കി, റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിമീങ്ങളാണ്. ക്യാൻസർ ബാധ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത രോഗങ്ങൾ അടുത്ത കാലത്ത് വന്നുകൂടി. 1, ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല. 2, സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്ന ശ്രദ്ധയില്ല. വിരുദ്ധാഹാരങ്ങളെ പലപ്പോഴും നമ്മൾ കഴിക്കുള്ളൂ. ഇത് ധാരാളം കാര്യങ്ങൾ കാണാം. പാല് കഴിക്കുന്നതോട് കൂടെ പിന്നെ പുളിരസമുള്ള ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. അത് കിഡ്നിയെ തകരാറിലാക്കും. ഒരുപാട് ഉദാഹരണം, അതിന് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടും. അതൊന്ന് പ്രിപ്പയർ ചെയ്യണം, അത് നിർബന്ധമാണ്. മാമ്പഴത്തിൽ പാലൊഴിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാം, എത്രയും പെട്ടെന്ന് കിഡ്നി തകരാറിലാക്കുന്നതാണ്. ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ജ്യൂസ് കുടിക്കുന്ന ഖൈറില്ല. പഴങ്ങൾ അങ്ങനെയാണ് കഴിക്കേണ്ടത്. ജ്യൂസ് കേടാണ്. പഴങ്ങളിൽ വെള്ളം ഉപയോഗിച്ചാൽ അത് ദഹനത്തെ തടയും. പഴങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി വെള്ളം കൂട്ടാൻ പാടില്ല. അതിൽ നാച്ചുറൽ വെള്ളമുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ ഒന്ന് ശ്രദ്ധിക്കുക. എന്തിന് ഈ സമുദായത്തിൻ്റെ കിഡ്നി തകരാറിലാക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് എന്തിന്? ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ പറയില്ല, നമുക്കിവിടെ അസ്സഹത്തു ഖൈറും മിനൽ ഗിന, സമ്പത്തിനേക്കാൾ വലുത് ആരോഗ്യമാണെന്ന് ഹബീബാ നബി പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കും. പെണ്ണുങ്ങൾ ആഹാരങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കണം. മുട്ട മറിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുക, ഉന്നക്കായ എങ്ങനെയല്ല, അങ്ങനെയൊന്നല്ല പഠിക്കേണ്ടത്. അതൊന്നല്ല ഏതൊക്കെ ആഹാരങ്ങൾ കൂട്ടിക്കഴിക്കാം, ഏതൊക്കെ ആഹാരങ്ങൾ കൂട്ടിക്കഴിക്കാൻ പാടില്ല, ഒന്ന് പഠിക്കണം. അങ്ങനെ മോര്, മത്സ്യം കൂടെ കഴിക്കാൻ പാടില്ല, കിഡ്നി തകരാറില്ല, വലിയ രോഗം വരും. തേന്, നെയ്യ് കൂടെ കഴിക്കാൻ പാടില്ല. തൈര്, കോഴിയിറച്ചി കൂടെ കഴിക്കാൻ പാടില്ല. മുട്ടയും മത്സ്യവും കൂടെ കഴിക്കാൻ പാടില്ല. മുട്ടയും മത്സ്യവും കൂടെ കഴിക്കുന്ന ആളുകൾക്ക് വാതരോഗം വരും. ഇന്ന് എന്താ കിട്ടിയത് അതൊക്കെ അങ്ങോട്ട് വെക്കും, എന്തൊക്കെ കിട്ടിയത് അതൊക്കെ അങ്ങോട്ട് വെക്കും. എന്താ ഈ കാണിക്കുന്നത് മുഴുവനും? മത്സ്യം മാംസവും കൂടെ കഴിക്കരുതെന്ന് ഒരു 15-20 കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാടിലാകെ എല്ലാവരും പറഞ്ഞിരുന്നു.
അല്ലെ? അങ്ങനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇന്ന് ഏതൊരു തീന്മേശയിലും ഇറച്ചി ഉണ്ടാകുമ്പോൾ തന്നെ മീനുണ്ടാവും. ഇറച്ചിയും മീനും കൂടെ കഴിക്കും. ഒരു അഷ്ടവൈദ്യനുണ്ട്, ആ പട്ടാമ്പിക്കടുത്ത് ഒരു അഷ്ടവൈദ്യനുണ്ട്. അയാളുടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അഷ്ടവൈദ്യൻ, തൃത്താലയിൽ ഒരു അഷ്ടവൈദ്യൻ, നല്ല കൈപ്പരുത്തുള്ള വൈദ്യനാണ്. ഈ വൈദ്യന്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, മത്സ്യവും മാംസവും കൂടെ കഴിക്കുന്നവർ എൻ്റെ കൊലയിലേക്ക് കയറരുത്. അതായത് അത് ഒഴിവാക്കിയിട്ട് മരുന്നിന് വന്നാൽ മതി. അങ്ങനെയാണ്. അതിൻ്റെ നാച്ചുറൽ വെള്ളം. ജ്യൂസ് കിടക്കാർ എന്നോട് ക്ഷമിക്കണം, ജ്യൂസ് കിടക്കാൻ ഒന്ന് ക്ഷമിക്കണം. ഈ സമുദായത്തിൻ്റെ കാര്യമാണല്ലോ. പഴത്തിൽ വെള്ളം കൂട്ടരുത്. അങ്ങനെയാണ്. മോര് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും, നമുക്ക് മോര് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്ന് ഏമ്പക്കം വിട്ട് ഇരിക്കുമ്പോൾ വീട്ടുകാര്യത്തിൽ വക എന്നാൽ ചായ എടുക്കല്ലേ? ആ ചായ ആയിക്കോട്ടെ, കിട്ടുന്നതൊക്കെ കഴിക്കല്ലേ. അത് ഭയങ്കര ദോഷമാണ്. മോര് കൂട്ടി തൈര് കൂട്ടി ഭക്ഷണം കഴിച്ചാൽ പിന്നെ കാപ്പിയും ചായയും കുറച്ച് നേരത്തെ കഴിക്കാൻ പാടില്ല, കേടാണ്. ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും. പിന്നെ പച്ചക്കറികൾ ഞാൻ നീട്ടുന്നില്ല. പച്ചക്കറികൾ ഏകദേശം വീട്ടുമുറ്റത്തുണ്ടാക്കണം. അത് ഉണ്ടാക്കാലോ. വെണ്ടക്ക നമ്മളെ വീട്ടുമുറ്റത്തുണ്ടാക്കാലോ. കൈപ്പക്ക എത്ര നല്ല സാധന, അതൊക്കെ ഉണ്ടാക്കാലോ. ഒരു 10 സെന്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിക്കൂടെ? കൈപ്പ ചെറിയ ജന്നാത്തിൻ മഅറൂഷാത്തിൻ മഅറൂഷാത്തിൻ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആന. വള്ളികളിൽ പന്തലുകളിൽ പടർത്തുന്നവയും അല്ലാത്തവയും. മനസ്സിലായില്ല? അപ്പോൾ പന്തലുകളിൽ പടർത്തുന്ന ചില കൈക്കനികളെ വല്ലാതെ പടർത്തുന്നവയും പടർത്താത്തവയും. കൈപ്പക്ക തന്നെ പല്ലേ പറയാ. അതിങ്ങനെ ഒരു ലേശം സ്പേസ് മതി. അപ്പൊ ഇത്ര ഈ ഒരു ഇത് വെച്ച ഈ ടീപ്പോയി വെച്ച ഈ സ്ഥലത്ത് 2 കുഴിയിൽ കൈപ്പങ്ങ ഉണ്ടാക്കാം. ഒന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനൊരു ചെറിയ കമ്പ് അങ്ങനെ വെച്ചുകൊടുത്ത് അങ്ങോട്ട് കയറിപ്പോകും, ഒന്ന് ഇങ്ങോട്ടും കയറും. വേലിപ്പറ്റുകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കൈപ്പങ്ങൾ ഉണ്ടാവും. ഓർമ്മയില്ല നിങ്ങൾക്ക്? അതൊക്കെ ആരോഗ്യദായകമായിരുന്നു, ഒക്കെ വലിയ ഗുണങ്ങളുള്ളതാണ്. ചെരങ്ങ ഹബീബാണ്. ചെരങ്ങാന്ന് പറയും, ചെരക്കാന്ന് പറയും. ഇവിടെ എന്താ പറയാ? ചെരങ്ങ. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാത്രത്തിന്റെ അടുത്തിരുന്നാൽ റസൂലുള്ളാഹി നല്ല പോത്തിറച്ചി അങ്ങനെ തിന്നല്ല ചെയ്യുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നമ്മൾ ഏതോ ഒരു ഫലിതത്തിലുണ്ട്, വെള്ളിയാഴ്ച പിന്നെ പോത്തിറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന പേടിയാണ്. അങ്ങനെയൊക്കെയാണ് മാപ്പിളാരെ പറ്റി മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ പോത്തിറച്ചി വാങ്ങണം, വെള്ളിയാഴ്ച പോത്തിറച്ചി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദീനിന്ന് പുറത്തു പോകുമല്ലോ എന്ന് പേടിയാണ്. ആ കോലത്തിലെ ഒരു പോത്തിൻ്റെ ആളുകളായി നമ്മൾ മാറി. എന്താ ഇങ്ങനെ ആയിട്ട് അല്ലാഹു ആയാലും ഹബീബ റസൂലുള്ളാഹി ഒരു ഭക്ഷണപാത്രം കൊണ്ടെന്ന് വെച്ചാൽ കറിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് നോക്കും, എവിടെയെങ്കിലും ചെരങ്ങയുടെ കഷ്ണം ഉണ്ടോ. അത് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗുണമുള്ളതാണ് ചെരങ്ങ. കുമ്പളം ഭയങ്കര ഗുണമുള്ളതാണ്. ഒക്കെ വളരെ ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വിശദീകരിക്കണില്ല. ഇതൊക്കെ ഇഞ്ചി നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ കഴിയും. ഒക്കെ ഉണ്ടാക്കിയിരുന്നു. മഞ്ഞൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ കഴിയും. വളരെ ഗുണമാണ്. കുട്ടികളുടെ മുഖത്തെ മുഖകാന്തി വർദ്ധിക്കും. മഞ്ഞൾ വളരെ നല്ലതാണ്. ഇഞ്ചി സ്വർഗത്തിലെ പഴമാണെന്ന്, സ്വർഗത്തിലെ കൈക്കനിയാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ഇഞ്ചി സ്വർഗത്തിലുണ്ട്. ഇഞ്ചി കലക്കിയ വെള്ളം അവർക്ക് കൊടുക്കും. അല്ലാഹു തആല അതൊക്കെ കുടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഒരു അടുക്കളത്തോട്ടം ചെറുതാണെങ്കിലും പെണ്ണുങ്ങൾ പണിയെടുക്കണം. ഒരു കൈക്കോട്ടൊക്കെ പെണ്ണുങ്ങളെ കയ്യിൽ പൊങ്ങണം. അതിനൊക്കെ ഉള്ളൊരു സാഹചര്യം വീട്ടിലുണ്ടാവണം. അതൊക്കെ വേണം. പെണ്ണുങ്ങൾ വെറും അറയിൽ കയറുക, ഇരിക്കുക, ഇറങ്ങുക. അരശിൻ്റെ മുകളിൽ താഴെ ഒരു ബിൽഖീസ് ആകരുത്. അങ്ങനെ ബിൽഖീസ് ആയാൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു അടുക്കള. അതേപോലെ തന്നെ പഴങ്ങളൊക്കെ നമുക്ക് വേണ്ട പഴങ്ങൾ, വാഴപ്പഴം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴം വാഴയാണ്. അല്ലാഹു നമ്മളെ വീട്ടിൽ തരട്ടെ. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوع. أصحاب اليمين ما أصحاب اليمين في سدر مخلود وطلح منضود وظل ممدود وماء مسكوب. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞൊന്ന് പറയും, അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലത്തെ കയ്യിൽ വേദഗ്രന്ഥം കിട്ടിയവർ അവരുടെ നേട്ടമെന്തോ, അവർ ഇലന്റെ മരത്തോട്ടത്തിലായിരിക്കും, അവർ വാഴപ്പഴങ്ങളുടെ നടുവിലുമായിരിക്കും.
എങ്ങനെയുള്ള വാഴകളെന്നോ, തൊൽഹിം മൻലൂട്, അട്ടിയട്ടിയായി നിൽക്കുന്ന വാഴപ്പഴക്കുലകളും. സ്വർഗത്തിലെ ഏറ്റവും നല്ല പഴങ്ങളിൽ ഒന്നാണ് എന്ത്? ഒന്ന് പറ. വാഴ അട്ടീനാണ്. ചില പഴങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ നിന്നൊരു പഴം പറിച്ചെടുക്കാൻ കുറച്ച്. ഈ പഴം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിക്കൂടെ? സ്വർഗത്തിലെ പഴം ഇവിടെ ഉണ്ടാക്കിക്കൂടെ? അള്ളാഹു നമുക്ക് തന്നതല്ലേ. വാഴപ്പഴവും ചൊരങ്ങയും കൊടുത്തപ്പോൾ യൂനുസിന് ആരോഗ്യം വീണ്ടും കിട്ടി. ആ യൂനുസിന് അള്ളാഹു തആല 1,00,000 വരുന്ന മറ്റൊരു ജനതയിലേക്ക് നിയോഗിച്ചു എന്ന് ഖുർആനിലുണ്ട്. ഞാൻ നീട്ടുന്നില്ല. എന്ത് യൂനുസ് വീണു പോയിരുന്നു. തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നു കാലങ്ങളോളം. പിന്നെ തിമിംഗലം കൊണ്ടുപോയി കടൽക്കരയിൽ തുപ്പി. ظنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. രണ്ട് സാധനമാണ് കൊടുത്തത്. ഒന്ന് ചൊരങ്ങ. കടൽക്കരയിൽ തുപ്പപ്പെട്ടു. ആരെ? യൂനുസിന് അള്ളാഹു 2 ഭക്ഷണം കൊടുത്താണ് വളർത്തിയത്. ഒന്ന് വാഴപ്പഴം, ഒന്ന് ചൊരങ്ങ, കുടിക്കാൻ പശുവിൻ പാലും. അത് കിട്ടിയപ്പോൾ വീണ്ടെടുത്തു. പിന്നെ 1,00,000 അതിനേക്കാൾ കൂടുതലുള്ള ഒരു ജനതയിലേക്ക് നാം യൂനുസിനെ നിയോഗിക്കുകയും ചെയ്തു എന്നാണ് ആയത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വളരെ ആരോഗ്യദായകമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പെണ്ണുങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കൈതച്ചക്ക, പൈനാപ്പിള് നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാക്കുക. ഒരു അടുക്കളത്തോട്ടം, ഒരു പഴക്കൃഷി, ഇതൊക്കെ മതിയാകും. പുറത്തു നിന്ന് വരുന്ന പഴങ്ങളെ പലപ്പോഴും ആശ്രയിക്കരുത്. ഒക്കെ ഞാൻ വിശദീകരിക്കും. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഇനിയുള്ള കാലഘട്ടത്തിൽ വിശേഷിച്ചും നമ്മൾ ഒരു മടിയന്മാരായി പോയാൽ നമ്മുടെ സമുദായത്തെ തകർത്തു എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. ഒരുപാട് പണം അങ്ങനെ മിച്ചം പിടിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഷോപ്പിംഗ് കുറയ്ക്കുക, പെണ്ണുങ്ങളെ കയ്യിലൊരു കൈകോട്ടുണ്ടാകുക, നേരം വെളുത്താൽ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഒന്നിങ്ങോട്ട് കൊത്തിക്കളക്കാനൊക്കെ ഒന്ന് തയ്യാറാവുക. അതൊക്കെ പെണ്ണുങ്ങൾക്ക് വളരെ ഗുണകരമായ. പുണ്യനബി മരിക്കുന്നത് വരെ കർഷകന മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? മരിക്കുന്നവരെ മുഹമ്മദ് നബി ഗൾഫ് പോവല്ല ചെയ്തത്. മരിക്കുന്നവരെ മുഹമ്മദ് നബി കർഷകന. മുഹമ്മദ് നബി മരിക്കണവരെ കർഷകൻ. ആദം വന്ന അന്ന് മുതൽ മരിക്കണവരെ കർഷകന. കാന ആദമു ഹാരിഥ, ആദം കർഷകനായിരുന്നു. പുണ്യനബി നബി കൃഷി നടത്തി. വഅഹ്ലുഹു ബഅദഹു, തൻ്റെ വഫാത്തിന് ശേഷം കുടുംബവും കൃഷി നടത്തിയിട്ടുണ്ട്. അലി കൃഷി നടത്തി. അബൂബക്കറിന് സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന കൃഷി ഉണ്ടായിരുന്നു. ഉമറിനും കൃഷി ഉണ്ടായിരുന്നു. തന്റെ മകൻ ഇബ്നു ഉമറിനുണ്ടായിരുന്നു. ഉസ്മാന് സ്വയം കൃഷി ഉണ്ടായിരുന്നു. അലിക്ക് കൃഷി ഉണ്ടായിരുന്നു. നമുക്കോ സ്വയം ഈ കൊല്ലം കൈക്കോട്ടെടുത്തിട്ട് ഒരു സാധനത്തെ നട്ടുപിടിപ്പിച്ച ആള് ഇപ്പോൾ കൈപൊക്ക. എൻ്റെ കണ്ണൂർക്കാരെ, നിങ്ങൾ മാനം കെടുത്തിയല്ലോ ഈ നാട്ടിന്. അയ്യയ്യയ്യേ, പെണ്ണുങ്ങളെ കൈ പൊക്കേണ്ടത് മോശമായതുകൊണ്ട് പൊക്കിക്കണില്ല. കണ്ണുണ്ടാവില്ല. അറയെന്നിറങ്ങിയിട്ട് നേരമില്ലാത്ത കൗമാണ് നിങ്ങളെ കണ്ണൂരത്തെ പെണ്ണുങ്ങൾ. ഒന്നും വിചാരിക്കരുത്, നാളെ മാപ്പ് കൂടി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഈ സംസ്കാരമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കൃഷിയിലേക്ക്, ഭൂമിയിലേക്ക്. മണ്ണാണ് നമ്മുടെ ശക്തി. മണ്ണിലേക്ക് ഇറങ്ങി. നമ്മൾ മണ്ണിൽ നിന്ന്, മണ്ണാണ് നമ്മുടെ ശക്തി. മരണം വരെ കർഷകനായ മനുഷ്യൻ്റെ അനുയായികളാണ് നമ്മൾ. മുഹമ്മദ് നബി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടാവണം എന്നറിയിക്കുന്നു. ഇതൊക്കെ ഉമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ബാധ്യതകളാണ്. മോമിനിങ്ങളെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇശാ മഗ്‌രിബിൻ്റെ വീട്ടിലെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കാം. ഒരു കാരണവശാലും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുകയോ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുകയോ പുറത്ത് വിടുകയോ ചെയ്യരുത്. ഇത് വളരെ ശ്രദ്ധിക്കണം. അത് വളരെ കർശനമാണ്. ഈ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അത്യാവശ്യമായി ചെയ്യാനുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ കൂടെ നേരത്തെ ചെയ്ത് തീർക്കുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് കുട്ടികൾ പുറത്തിറങ്ങുന്ന രീതി ഇന്ന് അധികരിച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി എതിർത്തു. ബുഖാരിയിൽ ഹദീസ് കാണാം. ഇദാ ഗറബത്തി ശംസ് തൻതശിറു ശയാതീനു ഫിൽ അർള്.
മഗ്‌രിബാകുന്നതോടുകൂടെ പിശാചിന്റെ വിളയാട്ടം ഭൂമിയിലുണ്ടാവും. ഫക്തഫോസിബിയാനക്കും, അന്നേരത്ത് നിങ്ങൾ കുട്ടികളെ വീടുകളിൽ ഒതുക്കി നിർത്തണം. വഹ്ബിസു മവാഷിയക്കും, ആടുമാടുകളെ കെട്ടിയിടുകയും വേണം. ഇത് ഒരു 15 കൊല്ലം മുമ്പ് വരെ ഇത് നമ്മുടെ ടൈം ടേബിളിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് പെണ്ണുങ്ങൾ സാധാരണയായി തളികയിൽ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് കുട്ടി കഴിക്കാതെ വരുമ്പോൾ ഞാൻ നിനക്ക് അമ്പിളിമാനെ പിടിച്ചു തരാം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഇറങ്ങുകയാണെങ്കിൽ പോലും വല്യമ്മ എതിർക്കും. ഏയ് ഈ നേരത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയില്ല അതൊക്കെ? നമ്മളെ കുട്ടികളെ അവസ്ഥ എന്താണെന്ന് പറയും. വളരെ നമ്മൾ ചിന്തിക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പിശാചിന്റെ വിളയാട്ടം ഉണ്ടാവും. ഫക്തഫൂസ്ബിയാനക്കും, നിങ്ങൾ കുട്ടികളെ വീടുകളിൽ ഒതുക്കി നിർത്തണം. ഇത് വളരെ കർശനമായി നമ്മളെ വീടുകളിൽ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ കുട്ടികളൊക്കെ ഒരളവോളം നാശമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ ഏത് ഇശാ മഗ്‌രിബിനിടയിൽ പെണ്ണുങ്ങൾ അങ്ങാടിയിലുണ്ടാവും. അത് നല്ല പണിയല്ല. എപ്പോഴും ഏത് നട്ടപ്പാതിരക്കും നമ്മളെ പെണ്ണുങ്ങൾ അങ്ങാടിയിലുണ്ടാവും. ഭർത്താവ് ഗൾഫിലായിരിക്കും, പെണ്ണ് അങ്ങാടിയിലായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സഹോദരിമാർ അത് ഗൗരവമായി മനസ്സിലാക്കണം. എന്തുകൊണ്ട്? നിങ്ങളിൽ നിന്നാണ് ഇതിനൊരു ഉമ്മത്ത് വരേണ്ടത്. നിങ്ങൾ നന്നായാലേ സമുദായം നന്നാവൂ. ആ കാര്യം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. 2, ഞാൻ ചില ടൈം ടേബിളുകൾ പറയാം, സമയം കുറവായതുകൊണ്ട് ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം, നിർബന്ധമായും ഉമ്മാക്ക് കർശനമാക്കണം. നിർബന്ധമായും മക്കള് 2 സൂറത്ത് നിർബന്ധമാക്കണം. ഒന്ന് സൂറത്തുൽ വാഖിഅ, ഒന്ന് സൂറത്തുൽ മുൽക്ക്. ഒന്ന് ഈ ലോകത്തിന് വേണ്ടിയും ഒന്ന് പരലോകത്തിന് വേണ്ടിയും. ഉമ്മ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ മതിയാകും. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ വാഖിഅ ഈ ലോകത്തിന് വേണ്ടി, സൂറത്തുൽ മുൽക്ക് പരലോകത്തിന് വേണ്ടി. അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിർബന്ധമായും ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ കൊണ്ട് ഉമ്മ അത് ചെയ്യിപ്പിച്ചിരിക്കണം. സൂറത്തുൽ വാഖിഅ മൻ ഖറഅ, നേരം വൈകിട്ടുണ്ടാ? മനസ്സിലാവണില്ലേ? മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല ലം തുസിബഹു ഫാഖത്തുൻ അബദ. അൽ വാഖിഅ സൂറത്ത് ഒരാൾ നിത്യമാക്കിയാൽ അയാൾക്ക് ദാരിദ്ര്യം വരില്ല എന്ന് മുഹമ്മദ് നബി. ഇല്ല, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണല്ലോ. ദാരിദ്ര്യത്തിന്റെ പരിഹാരമാണ് എന്ത്? സൂറത്തുൽ വാഖിഅ. ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഗിനാ, സമൃദ്ധിയുടെ അധ്യായം മുഹമ്മദ് നബി പേര് കൊടുത്തിട്ടുണ്ട്. 96 ആയത്താ. ഒരു 5 മിനിറ്റ് വേണ്ടി വരില്ല. ചെറിയ സൂറത്താ, ചെറിയ ആയത്താ. 96 ആയത്ത് നമ്മൾ പേടിക്കണ്ട. ഒരു ശ്വാസത്തിൽ 10 ആയത്തോളം. ഇതാ വഖഅത്തിൽ വാഖിഅ. ഒരായത്തായി കഴിഞ്ഞു. ലൈസ ലിവഖഅതിഹാ കാദിബ കഴിഞ്ഞു. 2 ഖാഫിലത്തുർ റാഫിഅ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅം മുൻബസ്സ وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة السابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون وأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون. ഈ ലോകത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യായ കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവരുടെ ഈ ലോക ജീവിതത്തിന് ആവശ്യമുള്ള ഒരു ഫസ്റ്റ് എയ്ഡാണത്. ഇതെല്ലാ കുട്ടികളെ കൊണ്ടും ഉമ്മ ചെറുപ്പത്തിൽ ഓടിപ്പിക്കണം. ഇത് ഉമ്മാൻ്റെ കടമയാണ്. ഇതൊരു നല്ല കുടുംബിനിയുടെ, ഒരു മുസ്ലിം വനിതയുടെ പ്രധാനപ്പെട്ട കടമയാണ്. മറക്കരുത്. രാത്രിയായാൽ സൂറത്തുൽ വാഖിഅ. അതേ രാത്രി തന്നെ വാഖിഅ കഴിഞ്ഞാൽ ഒരു സൂറത്ത് പരലോകത്തിന് വേണ്ടി സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് നിത്യമായി ഓടുന്നവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.